ആ സ്ഥാപനത്തിലേക്ക് രാഷ്ട്രീയം ഞങ്ങൾ സ്ഥാപനങ്ങൾ നോക്കിയിട്ടല്ല ഈ പറയുന്ന പോലെ സ്ഥാപനങ്ങളിലേക്ക് മാർച്ചും രാഷ്ട്രീയ വിഷയങ്ങളും കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഈ പറയുന്ന തിരൂരങ്ങാടി യത്തീംഖാന, ഈ യത്തീംഖാനയിലേക്ക് തിരൂരങ്ങാടിയിൽ മലിനജലവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. മുമ്പ് എല്ലാവർക്കും അറിയാം. നാട്ടുകാർ ഒന്നിച്ച് ജാഥ നടത്തിയിട്ടില്ലേ? ഞങ്ങൾ ആരെങ്കിലും തടയാൻ പോയിട്ടുണ്ടോ? ലീഗിന്റെ സ്ഥാപനമല്ലേ? ഞങ്ങൾ ആരെങ്കിലും മറുപടി പറയാൻ പോയിട്ടുണ്ടോ? ഇല്ല. ഞങ്ങൾ മാനേജ്മെന്റിൽ സംസാരിച്ച ആ പ്രശ്നത്തിന് ലക്ഷക്കണക്കായ രൂപ ചെലവാക്കിക്കൊണ്ട് അന്നത്തെ സെക്രട്ടറി MK ബാബാ സാഹിബ് എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ട് അത് തീർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തിയത്. ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് വന്നിട്ടുണ്ട് ജാഥ. നിങ്ങൾ നടത്തിക്കോ, ഞങ്ങൾക്ക് ഒരു പരാതിയുമില്ല ജലീലെ. പക്ഷേ ജലീലിനോട് ഞങ്ങൾ ചോദിക്കുന്നു, മണ്ണിട്ട് നികത്തലും അതേപോലെ തന്നെ മലിനീകരണവും താലിബാനിസവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ജലീലെ നീ പറഞ്ഞു. മണ്ണിട്ട് നികത്തലും കക്കൂസിലെ വെള്ളവും അല്ലെങ്കിൽ കുളിമുറിയിലെ വെള്ളവും താലിബാനിസവും തമ്മിലുള്ള ബന്ധം എന്താ? നിങ്ങൾ അവിടെ വന്ന് പറഞ്ഞതെന്താ? നിങ്ങൾ ആ പരിപാടി നടത്തിയത് എന്തിനാ? 1.5 മണിക്കൂറോളമുള്ള നിങ്ങളുടെ പ്രസംഗങ്ങളുടെ കട്ടിങ്ങുകൾ, 3 ആൾ പ്രസംഗിച്ച കട്ടിങ്ങുകൾ ഇന്നും സോഷ്യൽ മീഡിയയിൽ ഒഴുകുന്നുണ്ട്. ആ ഒഴുകുന്ന പ്രസംഗങ്ങളിൽ നിങ്ങൾ ആരെങ്കിലും കേട്ട് ഒരു മിനിറ്റ് ദാറുൽ ഹുദ നടത്തുന്ന മലിനീകരണത്തെ കുറിച്ച് പറയുന്ന 1 മിനിറ്റ് വീഡിയോ നിങ്ങൾക്ക് ആരെങ്കിലും കണ്ടോ? ദാറുൽ ഹുദ മണ്ണിട്ട് നികത്തുന്നതിനെ കുറിച്ച് പറയുന്ന 1 മിനിറ്റ് നിങ്ങൾ കണ്ടോ? 1.5 മണിക്കൂർ പ്രസംഗത്തിന്റെ പരിപാടിയിൽ 1 മണിക്കൂറും 25 മിനിറ്റും അഭിവന്ദ്യനായ ബഹാവുദ്ദീൻ നദ്വിയെ തേജോവധം ചെയ്യാനും ആ പ്രസ്ഥാനത്തെ തകർക്കുന്നുവെന്ന് ഭീഷണിപ്പെടുത്താനും മാത്രമാണ് നിങ്ങൾ ഉപയോഗിച്ചത്. അതിന് മാത്രമാണ് നിങ്ങൾ മെനക്കെട്ടത്. ഇത് നിങ്ങളുടെ തലയിൽ നിന്നുണ്ടായതല്ല. ഉറപ്പാണ്. നിങ്ങൾ മാറ്റി ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. CPM-ന്റെ സംസ്ഥാന നേതൃത്വം സമീപകാലത്തായി അവർക്ക് നേരിട്ട തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ മുഴുവൻ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ അവർക്കെതിരായി തിരിഞ്ഞു എന്നുള്ള കാരണത്താലാണ് ആ പരാജയങ്ങൾ എന്ന് അവർ വിലയിരുത്തുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷ വർഗീയതയെ സന്തോഷിപ്പിക്കണം. അതിന് നിങ്ങൾ തീരുമാനിച്ചതിന്റെ ഭാഗമാണ് ഈ പറയുന്ന KT ജലീൽ 4-ലധികം തവണ സമീപകാലത്ത് ഈ പറയുന്ന ബഹാവുദ്ദീൻ ഉസ്താദിനെതിരെ വ്യക്തി പരാമർശം നടത്തിക്കൊണ്ട് പോസ്റ്റിട്ടയാളാണ്. എല്ലാ സമയത്തും മുസ്ലിം ലീഗിനെതിരെ മുസ്ലിം സമുദായത്തിനെ വർഗീയവൽക്കരിക്കാനും മലപ്പുറം ജില്ലയിലെ ഇകഴ്ത്തി കാണിക്കുന്നതിനു വേണ്ടി ശ്രമിക്കുന്ന വിജയരാഘവനെ നമുക്കറിയാം. മലപ്പുറം ജില്ലയിലെ CPM-ന്റെ നേതാവ് വിജയരാഘവനും KT ജലീലും ചേർന്നുകൊണ്ട് നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് ദാറുൽ ഹുദക്കെതിരായിട്ടുള്ള ഈ നിന്ദ്യമായ സമരമെന്ന് ഞങ്ങൾ 100% വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു പ്ലാൻഡ് പരിപാടിയാണ് നിങ്ങളുടെ പരിപാടിയെങ്കിൽ അതിനെ എല്ലാ അർത്ഥത്തിലും നേരിടാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ഈ മഴയത്തും ഈ ജനസഞ്ചയം ഇവിടെ നിൽക്കുന്നത്. ഇത് വാക്കിലല്ല, പ്രവൃത്തിയിൽ ഞങ്ങൾ കാണിക്കും. കാരണം എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ദാറുൽ ഹുദ ഇവിടെ പറഞ്ഞതുപോലെ 1980-കളിൽ കരിപ്പൂരിൽ വിമാനത്താവളത്തിന്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തു നിന്നുള്ള മണ്ണ് കൊണ്ടുവന്ന് അവിടെ തട്ടിയിട്ടുണ്ട്, തൂർത്തിട്ടുണ്ട്. ഇന്നലെ ഞാൻ കല്യാണത്തിൽ വെച്ച് ഒരു മനുഷ്യനെ കണ്ടു. എന്റെ സുഹൃത്തു കൂടിയാണ്. കക്കാട് മഹലിലെ ദീർഘകാലം മുത്തവല്ലിയായിരുന്ന അമ്പാടി പോക്കരുട്ടി ഹാജിയുടെ മകനാണ്. ഈ സംഭവമായി കേട്ട് കല്യാണ വീട്ടിൽ വെച്ച് എന്നെ കണ്ടപ്പോ എന്നോട് പറഞ്ഞു, എന്റെ പിതാവിന്റെ അടുത്ത് പോക്കരുട്ടി ഹാജിയുടെ അടുത്ത് ഡോക്ടർ ബാപ്പുട്ടി ഹാജി വന്നിരുന്നു. എന്നിട്ട് ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാക്കുന്നതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് വലിയ പ്രതീക്ഷയോടുകൂടി. അതിനുശേഷം മണ്ണ് ആവശ്യമുണ്ട്, ഇനിയും സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്റെ വാപ്പ പറഞ്ഞു, ആ മുകളിലുള്ള ഭാഗത്തൊക്കെ കുന്നുകളാണ്, ഇടിച്ചിട്ട കുറേയുണ്ട്, ഞാൻ വേണമെങ്കിൽ ഇനിയും ഇടിച്ചിട്ട് തരാം, മണ്ണ് കൊണ്ടുപോകണം. 10-60 വയസ്സായ ഈ മനുഷ്യൻ എന്നോട് പറയുകയാണ്, കുറെ സ്ത്രീകൾ കൈക്കോട്ടും കൊട്ടയുമായിട്ട് വന്ന് ഈ മണ്ണ് കൊത്തി കൊട്ടയിലാക്കുന്നു. വേറെ കുറെ ആളുകൾ തലയിലേക്ക് വെച്ചു കൊടുക്കുന്നു ചുമടായിട്ട്. അവര് ലോറിയിലേക്ക് ഇടുന്നു. ആ ലോറി പോകുന്നു, ഇവിടെ തട്ടുന്നു. ഇവിടെയും തട്ടുന്നത് കൈക്കോട്ട് കൊണ്ടാണ്. അങ്ങനെ തട്ടി നിറച്ചുണ്ടാക്കിയ സ്ഥാപനമാണ് ഇന്ന് കാണുന്ന നാഷണൽ ഹൈവേ പോലെ ഏതെങ്കിലും ഒരു JCB വന്ന് ഒരു മാന്തുകൊണ്ട് മാന്തിയിട്ട് കൊണ്ടുപോയി ഉണ്ടാക്കിയ സ്ഥാപനമല്ല. സൂഫി വര്യനായ ഒരു മനുഷ്യൻ, ബാപ്പുട്ടി ഹാജി എന്ന് പറയുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ കൂടെ നടന്ന ഈ ചമ്മാട്ടങ്ങാടിയിലെ കുറെ മനുഷ്യന്മാരും അതിന്റെ കൂടെ പാണക്കാട് പട്ടാളത്തിന്റെ പാണക്കാട് നേതൃത്വത്തിന്റെ അണമുറിയാത്ത പിന്തുണയും. അതാണ് ആ കാണുന്ന സ്ഥാപനം.
ആ സ്ഥാപനത്തെ അതിന്റെ മുന്നിൽ വന്നുകൊണ്ട് ഇതേപോലെ വെല്ലുവിളിച്ചാൽ ഞങ്ങൾ നോക്കി നിൽക്കും. ഞങ്ങൾക്കിടയിലുള്ള മുജാഹിദും സുന്നിയും ഒക്കെ പറഞ്ഞ് ജമാഅത്തും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വിഭജനം നടത്താൻ പറഞ്ഞുകൊണ്ട് സംസാരിച്ചാൽ ഞങ്ങളൊക്കെ മാറി നിൽക്കുമെന്നാണ് CPM-കാരാണ് നിന്റെ വിചാരമെങ്കിൽ, സുന്നി ഇറങ്ങുന്നതിന് വേണ്ടി മുമ്പ് മുജാഹിദിന്റെ വീട്ടിൽ വരുന്ന ഞങ്ങൾ പോലുള്ളവർ നിന്റെ കാല് തകർക്കാൻ, നിന്റെ അങ്ങോട്ടെടുത്ത് പൊട്ടുന്ന കാലിനെ തടുത്തു വെക്കാൻ ഞങ്ങളുണ്ടാകും മുമ്പിൽ. കാരണം ഞങ്ങളുടെ നേതാവ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി തങ്ങളാണ്. നിങ്ങൾ അവിടെ വന്നു, നിങ്ങൾ എന്താ പ്രസംഗിച്ചത്? ഒരുത്തം പ്രസംഗിക്കുകയാണ്. എന്താ പറഞ്ഞത്? ഒരാൾ പ്രസംഗിച്ചിട്ട് ബഹാവുദ്ദീൻ നദിയെ കുറിച്ച് മാത്രമാണ് പ്രസംഗിച്ചത്. ഞാൻ അവൻ ഉപയോഗിച്ച ആ വാക്ക് ഇവിടെ പറയുന്നില്ല. അവൻ ഉപയോഗിച്ച വാക്ക് ഞാൻ ഇവിടെ പറയുന്നില്ല, നിങ്ങളൊക്കെ കേട്ടതാണ്. ബഹാവുദ്ദീൻ നദ്വി എന്ന മനുഷ്യനെ കുറിച്ച് ആ വൃത്തികെട്ട വായിൽ നിന്നും വന്ന വാക്ക് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നില്ല. എന്തിന്റെ പേരിലാ? മലിനജലവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അതിന്റെ വൈസ് ചാൻസലർ കസേരയിൽ ഇരിക്കുന്ന മനുഷ്യന് ഇങ്ങനെ തെറി വിളിക്കേണ്ട കാര്യമുണ്ടോ? നിന്റെ പിണറായി വിജയനെ കുറിച്ച് പറയുന്ന നെറികെട്ട വാക്കുകളുണ്ടല്ലോ, അതിന് നാണയത്തെ തിരിച്ചു വിളിക്കാൻ അറിയാഞ്ഞിട്ടല്ല മാർക്സിസ്റ്റുകാരാ, നിന്റെ വീടിന്റെ തിണ്ണയിൽ വന്ന് വിളിക്കും. ഇത് തിരൂരങ്ങാടി, അങ്ങനെ വിളിച്ചിട്ടുമുണ്ട്, ഇനിയും വിളിക്കും. പക്ഷെ ഇവിടെ സംസ്കാരം ഞങ്ങളുടെ നേതാക്കന്മാര് മാത്രം പറഞ്ഞതുകൊണ്ട് മാത്രം ഞങ്ങൾ ക്ഷമാപൂർവം മാത്രമേ സംസാരിക്കുന്നുള്ളൂ. നിങ്ങൾ ഉപയോഗിച്ച വാക്ക് എന്താ? മനുഷ്യൻ നിങ്ങളോട് ചെയ്ത തെറ്റ് ആരാണ് ആ മനുഷ്യനെന്ന് നിങ്ങൾക്കറിയോ? കോട്ടക്കലിനടുത്ത കൂരിയാട് നിന്നും ആരംഭിക്കുന്ന ഒരു ജീവിതമാണ്. പിന്നീട് അദ്ദേഹം പട്ടിക്കാട് ജാമിയ നൂരിയയിലേക്ക് പോവുകയാണ് ഉന്നത വിദ്യാഭ്യാസത്തിന്. പട്ടിക്കാട് ജാമിയ നൂരിയയിൽ നിന്നും അദ്ദേഹം പോകുന്നത് ലക്നൌവിലുള്ള, ഉത്തരേന്ത്യയിലെ ലക്നൌവിലുള്ള ദാറുൻ നദ്വയിലേക്കാണ്. അവിടെ നിന്ന് വീണ്ടും ഉന്നത വിദ്യാഭ്യാസം. അവിടെ നിന്ന് ആ മനുഷ്യൻ പോകുന്നത് അലിഗഡ് സർവകലാശാലയിലേക്കാണ്. അലിഗഡ് സർവകലാശാലയിൽ തുടർ വിദ്യാഭ്യാസം. അവിടെ നിന്ന് ആ മനുഷ്യൻ പോകുന്നത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഇസ്ലാമിന്റെ സാംസ്കാരിക തലസ്ഥാനമായ ഈജിപ്തിലെ അൽ അസ്ഹർ സർവകലാശാലയിലേക്കാണ്. അവിടെ നിന്ന് വീണ്ടും ഉന്നത വിദ്യാഭ്യാസം. അവിടെ നിന്ന് തിരിച്ചു വരുന്നു. അവിടെ നിന്നും തിരിച്ചു വന്നതിന് ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് PhD. അവിടെ തീർന്നില്ല, അതിനപ്പുറത്തേക്ക് PhD കിട്ടിയതിനു ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ്. CPM-കാരാ, നിന്റെ സംസ്ഥാന നേതൃത്വത്തെ മടങ്ങ് നീ എടുത്തു നോക്ക്. ആ മനുഷ്യന്റെ നാളെ എടുത്തു വെക്കാൻ പറ്റുന്ന ഒരുത്തൻ വിദ്യാഭ്യാസം കൊണ്ടും മതബോധം കൊണ്ടും ഈ പറയുന്ന വിദ്യാഭ്യാസം കൊണ്ടുമുള്ള ഒരാള് നിന്റെ കൂട്ടത്തിലുണ്ടോ? നമ്മൾക്ക് ഇങ്ങനെ കാണാൻ ഒരു മനുഷ്യൻ തല താഴ്ത്തി ഇങ്ങനെ നെഞ്ചു താഴ്ത്തി ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുന്ന ചെറിയൊരു തലപ്പാവും ഒരു വെള്ളക്കുപ്പായവും. നമ്മൾ കണ്ട ബഹാവുദ്ദീൻ നദി കല്യാണത്തിനൊക്കെ ഒരു മൂലയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, നമ്മൾ ചെന്ന് സലാം ചെല്ലും. ആ മനുഷ്യനെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ കണ്ട ബിരുദങ്ങളെല്ലാം നേടിയ മനുഷ്യൻ ആരായിരുന്നു? അദ്ദേഹത്തിന്റെ അധ്യാപകർ ഈജിപ്തിലെ കൺതാവി കുടുംബത്തിലെ ഏറ്റവും തലമുതിർന്ന ആളുകൾ, ഈജിപ്തിലെ ഇന്നത്തെ ഷൂറ കൗൺസിലിന്റെ ഏറ്റവും തലപ്പത്തുള്ള ആളുകൾ, ലോകം മുഴുവൻ അറിയപ്പെടുന്ന പണ്ഡിതന്മാർ അദ്ദേഹത്തിന്റെ അധ്യാപകരായിട്ടുണ്ട്. ഞാൻ ഈ പരിപാടി തുടങ്ങുന്നതിന് വേണ്ടി ഇവിടെ മുമ്പ് അവിടെ കയറിയപ്പോ ഉസ്താദിനൊന്ന് കൈ കൊടുക്കുന്നതിന് വേണ്ടി മജീദ് സാഹിബിന്റെ കൂടെ പോയി. അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇരുന്നു. ചെറിയ പുഞ്ചിരിയോട് അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് മലിനജലവുമായി ബന്ധപ്പെട്ടതല്ല ഉസ്താദ്, ഇത് ഉസ്താദിനെതിരെയുള്ള യുദ്ധമാണ്. ഉസ്താദ് പറഞ്ഞവർ എന്തിനാ എനിക്കെതിരെ യുദ്ധം ചെയ്യുന്നത്? എന്തിനാ അവർ യുദ്ധം ചെയ്യുന്നത്? ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും CPM എന്നോ CPI എന്നോ CPIML എന്നോ പറഞ്ഞ് ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്ന 8 or 10 മാർക്സിസ്റ്റ് സംഘടനകളുണ്ട്. അവയിൽ ഒരാളുടെ പേരും ഞാൻ എന്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല, എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ആകെ പറയുന്നത് മാർക്സിസം എന്ന വാക്കാണ്. മാർക്സിസം എന്നുള്ള വാക്കാണ്, അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കാരണം എന്താ? മാർക്സിസത്തെ കുറിച്ച് ആ മനുഷ്യൻ പറയും. കാരണം അദ്ദേഹം തന്നെ പറയുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ ഏജൻസിയായ മക്ക കേന്ദ്രമായിട്ടുള്ള റാബിതത്തുൽ ഉലമ, ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടന റാബിതത്തുൽ ഉലമ, ആ റാബിതത്തുൽ ഉലമ മാർക്സിസത്തിനെതിരെ ഒരു ചെറിയ പുസ്തകം ഇറക്കിയിട്ടുണ്ട്. കമ്മ്യൂണിസത്തിനെതിരെ ഒരു ചെറിയ പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ആ കമ്മ്യൂണിസത്തിനെതിരെ ഇറക്കിയിട്ടുള്ള പുസ്തകം, അതിൽ 3 ആളുകളാണ് എഴുതിയിട്ടുള്ളത്. ആ പുസ്തകത്തിന് വേണ്ടി എഴുതിയതല്ല. അവര് നേരത്തെ എഴുതിയിട്ടുള്ള കമ്മ്യൂണിസത്തിനെതിരെയുള്ള 3 ലേഖനങ്ങൾ സമാഹരിച്ചാണ് അവർ ആ പുസ്തകം ഇറക്കിയിട്ടുള്ളത്.
ആരാണ് ആ എഴുതിയിട്ടുള്ള ആളുകള്? ഒന്ന്, ലോകം കണ്ട ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇസ്ലാമിക പണ്ഡിത പ്രതിഭ അബുൽ ഹസൻ അലി നദ്വി. അബുൽ ഹസൻ അലി നദ്വിയാണ് ഒന്ന്. ലോകം ആദരിച്ചിട്ടുള്ള ഖത്തർ ഒരു അവാർഡ് കൊടുത്തപ്പോൾ, UAE മറ്റൊരു അവാർഡ് കൊടുത്തപ്പോൾ രാജകീയ വിമാനം അയച്ചുകൊണ്ട് ലക്നൌവിൽ ഇറങ്ങി അവിടെ നിന്നും എടുത്തുകൊണ്ടുപോയ മനുഷ്യൻ. അത്ര വലിയ പണ്ഡിതൻ. ഒന്ന് ആ മനുഷ്യനെ എഴുതിയതാണ്. മറ്റൊന്ന് ഈ പറഞ്ഞതുപോലെ അൽ അസർ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പണ്ഡിതൻ എഴുതിയതാണ്. കമ്മ്യൂണിസത്തിനെതിരെ എഴുതിയിട്ടുള്ള രണ്ട് മനുഷ്യന്മാരും ഈ ഉസ്താദിന്റെ ഗുരുനാഥന്മാരാണ്. അങ്ങനെയുള്ള ഗുരുനാഥന്മാര് പഠിപ്പിച്ച ആ മനുഷ്യൻ കമ്മ്യൂണിസത്തിനെതിരെ പറയും, എഴുതും. കമ്മ്യൂണിസത്തിനെതിരെ എന്താ അദ്ദേഹം പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ ഡിഗ്രികൾ. ആ ഡിഗ്രികൾ അവിടെ നിൽക്കട്ടെ. ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കണം, ഇന്ത്യയിലും പുറത്തുമായി നിരവധി സന്നദ്ധ സംഘടനകളിലും അർദ്ധ സർക്കാർ സംഘടനകളിലും സർക്കാർ സംഘടനകളിലും മെമ്പറായിരുന്നിട്ടുള്ള മനുഷ്യരാണ്. കേരളത്തിലെ ഹജ്ജ് കമ്മിറ്റി വരെ ഖത്തർ നേതൃത്വം കൊടുക്കുന്ന ഒരു പണ്ഡിത സഭയുണ്ട്. ആ പണ്ഡിത സഭയിൽ അംഗമാണ് ഈ മനുഷ്യൻ, മഹാനായ മനുഷ്യൻ. നിങ്ങൾ മനസ്സിലാക്കണം, ജോർദാൻ ആസ്ഥാനമായിട്ടുള്ള, അറബ് നാടാണ് ജോർദാൻ ആസ്ഥാനമായിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഏജൻസി ഉണ്ട്, മുസ്ലിം ഏജൻസി. ആ ഏജൻസി നടത്തിയ പഠനത്തിൽ ലോകത്തിൽ മുസ്ലിം സമൂഹത്തെ സ്വാധീനിച്ചിട്ടുള്ള 500 പേരിൽ ഒരു പണ്ഡിതൻ ബഹാവുദ്ദീൻ നദ്വി സാഹിബാണ്. മാർക്സിസ്റ്റുകാരൻ ബഹാവുദ്ദീൻ നദ്വി സാഹിബ. എത്രയാ മുസ്ലിങ്ങൾ ലോകത്തുള്ളത് എന്ന് നിങ്ങൾക്കറിയോ? ലോകത്ത് എത്ര മുസ്ലിങ്ങളുണ്ട്? ലോകത്ത് 200 കോടിയുടെ അടുത്താണ് മുസ്ലിം ജനസംഖ്യ. 200 കോടി മുസ്ലിങ്ങളിൽ 500 ആളുകളെ തിരഞ്ഞെടുക്കുമ്പോ അതിൽപ്പെട്ട ഒരു മനുഷ്യനാണ് ഈ ചമ്മാട്ടങ്ങാടിയിലെ നെഞ്ചുതാഴ്ത്തി നടന്നു പോകുന്ന വന്യനായ മനുഷ്യൻ. മാർക്സിസ്റ്റുകാരാ. നീ അറപ്പുണ്ടാക്കുന്ന വാക്കുകൊണ്ട് സംബോധന ചെയ്ത മനുഷ്യൻ. മാത്രമല്ല, കാലിഫോർണിയ യൂണിവേഴ്സിറ്റി സെമിനാറിന് വിളിച്ച് പ്രബന്ധം അവതരിപ്പിച്ചിട്ടുള്ള മനുഷ്യനാണ്. മലേഷ്യൻ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി നേരിട്ട് കൊണ്ടുപോയി സെമിനാറിൽ പ്രബന്ധം അവതരിപ്പിച്ചുള്ള മനുഷ്യനാണ്. ഒട്ടനേകം രാജ്യങ്ങളിൽ ഇസ്ലാമികമായതും അല്ലാത്തതുമായ ഇതേപോലുള്ള സംരംഭങ്ങളിൽ വിളിച്ചുകൊണ്ടുപോയി പരിപാടികളിൽ സംബന്ധിച്ചിട്ടുള്ള വിശിഷ്ടാതിഥിയാണ്. അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സിന്റെ അതിഥിയായിക്കൊണ്ട് അമേരിക്കയിൽ പോയി പരിപാടിയിൽ, ഇസ്ലാമിക പരിപാടിയിൽ, മതപരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ ഈ പറയുന്നതൊക്കെ നമ്മുടെ ചമ്മാട്ട് ബഹാവുദ്ദീൻ നദ്വി ഉസ്താദിനെ കുറിച്ചാണ്. 40-ലധികം രാജ്യങ്ങൾ, ഒട്ടനേകം ഭൂഖണ്ഡങ്ങളിലായി 40-ലധികം രാജ്യങ്ങളിൽ ഇതേപോലെ പരിപാടികളിൽ പോയി പങ്കെടുത്തിട്ടുള്ള മനുഷ്യരാണ്. നമ്മൾ എവിടെ പോയിട്ടുണ്ടാകും? ഗൾഫ് രാജ്യത്ത് പോയിട്ടുണ്ടാകും, അല്ലേ? ഒരു ഉംറക്ക് പോയിട്ടുണ്ടാകും. നമ്മളെ മുമ്പിലുള്ള നമ്മളെ ഉസ്താദിന്റെ ക്വാളിറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ട്, എത്ര ആളുകളുണ്ട് ഇങ്ങനെയുള്ള മനുഷ്യർ. 2-3 പുസ്തകങ്ങൾ, ഒരു പത്രം, അതിന്റെ പത്രാധിപരാണ്. സ്വന്തമായി അറബിയിൽ പുസ്തകം എഴുതിയിട്ടുള്ള മനുഷ്യരാണ്. മലയാളത്തിൽ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള മനുഷ്യരാണ്. അതൊക്കെ പോട്ടെ, എല്ലാം പോട്ടെ, പരിശുദ്ധ ഖുർആനിനെ തർജ്ജമ രചിച്ചിട്ടുള്ള മനുഷ്യരാണ് ഈ പറയുന്ന ബഹാവുദ്ദീൻ നദ്വി. മാർക്സിസ്റ്റുകാരെ എത്ര ആളുകൾ ഉണ്ടാകും അള്ളാന്റെ ഭൂമിയിൽ ഈ പരിശുദ്ധ ഖുർആനിനെ തർജ്ജമ രചിച്ച ആളുകൾ? അത് ചെയ്ത മനുഷ്യനാണ്. മാത്രമോ, അവിടെ കൊണ്ട് തീരുന്നില്ല. തുർക്കിയിൽ നടക്കുന്ന, എല്ലാ വർഷവും നടക്കുന്ന ഒരു മതവേദിയിലേക്ക് എല്ലാ വർഷത്തെയും ക്ഷണിതാവാണ് ബഹാവുദ്ദീൻ നദ്വി. എല്ലാ വർഷത്തെയും 40-ലധികം രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള മനുഷ്യൻ. അളക്കാൻ കഴിയാത്ത മഹാമേരുവായി, അളക്കാൻ കഴിയാത്ത അറബിക്കടലായി നമ്മുടെ മുന്നിൽ എളിമയോടുകൂടി നടക്കുന്ന ഒരു മനുഷ്യൻ. നിങ്ങൾക്കറിയോ, ആ മനുഷ്യനെ കുറിച്ചാണ് നിങ്ങൾ ഈ പറഞ്ഞത്. ആ മനുഷ്യനെ പാഠം പഠിപ്പിക്കുമെന്നാണ് നിങ്ങൾ പറഞ്ഞത്. ആ മനുഷ്യൻ മാർക്സിസത്തെ കുറിച്ചും കമ്മ്യൂണിസത്തെ കുറിച്ചും പറയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ഗുരുക്കന്മാരൊക്കെ പറഞ്ഞു കൊടുത്തതാണത്. അദ്ദേഹം പഠിച്ചതാണ്, വായിച്ചതാണ്, മനസ്സിലാക്കിയതാണ്. കരിപറമ്പെന്ന് വരുന്ന 2ാം ക്ലാസ് തോറ്റ മതവിലാസം പറഞ്ഞു ആ മനുഷ്യന്റെ പേര് പറയാനുള്ള യോഗ്യതയുണ്ടോ? പേര് പറയാനുള്ള യോഗ്യത നിങ്ങളുടെ MLA മാരിൽ, നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി നേതാക്കന്മാരിൽ, നിങ്ങളുടെ PB മെമ്പർമാരിൽ ഇയാളുടെ ഒരാളുണ്ടോ പാണ്ഡിത്യം കൊണ്ട്? അങ്ങനെയുള്ള മനുഷ്യരാ ഞങ്ങൾ അതുകൊണ്ടാണ് ബഹുമാനിക്കുന്നത്. ആ മനുഷ്യരെ കുറിച്ച് എന്തെല്ലാം തമ്മാടിത്താൻ നിങ്ങൾ പറയും. അദ്ദേഹം ഇനിയും പറയും, കമ്മ്യൂണിസം ലോകത്തിന് ആപത്താണ് എന്ന് അദ്ദേഹം പറയും. ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നത് കമ്മ്യൂണിസമാണെന്ന് ബഹാവുദ്ദീൻ നദ്വി ഇനിയും പറയും. ലോകത്ത് സ്റ്റാലിനാണ് 2.5 കോടി മനുഷ്യരെ കൊന്നത് കമ്മ്യൂണിസ്റ്റാണ് എന്ന് അദ്ദേഹം ഇനിയും പറയും. 7 കോടി മനുഷ്യരെ കൊന്ന മാവോ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്ന് അദ്ദേഹവും ഞങ്ങളും ഇനിയും പറയും.
നമ്മുടെ മക്കൾ കോളേജിലേക്ക് പോകുമ്പോ കമ്മ്യൂണിസ്റ്റിലെ പുരോഗമനത്തിലേക്ക് പോകുന്നത് ആപത്താണ് എന്ന് അദ്ദേഹം ഇനിയും ആവർത്തിക്കും, ഞങ്ങളും ആവർത്തിക്കും. നിങ്ങൾ എന്താ ചെയ്യാ? ഇതൊരു സത്യമല്ലേ? ഈ പറഞ്ഞ ബഹാവുദ്ദീൻ നദവി പറഞ്ഞ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യത്തിൽ എന്താ കളവുള്ളത്? ഇതൊക്കെ സത്യമല്ലേ? ലോകത്ത് പുറന്നു വന്ന സംഗതികളല്ലേ? അപ്പൊ ഇത് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തെ മൂക്കിൽ വലിച്ചു കയറ്റാമെന്ന് കരുതിയ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതും മലിനജലവും തമ്മിൽ എന്തും ബന്ധാണ്? ഈ പറഞ്ഞ ഇതൊക്കെ തീരാഞ്ഞിട്ട്, ഇതൊന്നും പോരാഞ്ഞിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ബഹാവുദ്ദീൻ നബിയെ കുറിച്ച് ഞാൻ പറഞ്ഞു, അവിടെ നിങ്ങൾ കൂട്ടിക്കാൻ വേണ്ടി വന്ന ഞങ്ങൾ അകത്ത് കയറി ശരിയാക്കുമെന്ന് പറഞ്ഞ ഈ സ്ഥാപനമുണ്ടല്ലോ, ആ സ്ഥാപനം ഞാൻ പറഞ്ഞ 1980-കളിൽ ആർക്കും മണ്ണിടാൻ പറ്റുന്ന കാലത്ത് മണ്ണിട്ടതാണല്ലോ. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാത്വികനായ ഒരു മനുഷ്യൻ ഈ ചമ്മാട്ടങ്ങാടിയിൽ ഒരു ജീവിതം പൂർത്തിയാക്കി, ഒരാളോടും ഒരു വഴക്കിന് പോകാതെ, ഒരാളോടും ഒരു പരിഭവമില്ലാതെ ഒരു ജീവിതം പൂർത്തിയാക്കി ആ നനഞ്ഞ മണ്ണിൽ കിടന്നുറങ്ങുന്ന ഡോക്ടർ ബാപ്പുട്ടി ഹാജി, സൂഫി വര്യനെ പോലെ കടന്നുപോയ മനുഷ്യൻ. അദ്ദേഹം മാനിപ്പാടത്ത് മണ്ണ് കൊണ്ടുവന്നിടുമ്പോ അദ്ദേഹത്തിന് പ്രതീക്ഷ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതീക്ഷ? ചെറിയ പ്രതീക്ഷകളെ ഉണ്ടാകുമായിരുന്നുള്ളൂ, അല്ലേ? പക്ഷേ ആ പറയുന്ന ഡോക്ടർ ബാപ്പുട്ടി ഹാജിയുടെ ഓരം ചേർന്നുകൊണ്ട് ഒരു മനുഷ്യൻ നടന്നിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ഈ പറയുന്ന ബഹാവുദ്ദീൻ നദവി. ഈ ബാപ്പുട്ടി ഹാജിയുടെ തണലായി ഇങ്ങനെ നടന്നു പോയിരുന്ന ഒരു ചെറുപ്പക്കാരൻ, അയാളാണ് ഈ പറയുന്ന ബഹാവുദ്ദീൻ നദവി. അവര് രണ്ടുപേരും അവരെ സഹായിക്കുന്ന കുറച്ച് ഉമറാക്കളും ഉലമാക്കളും പാണക്കാടിന്റെ പിന്തുണയും ഉണ്ടാക്കിയ വിപ്ലവം എന്താണെന്ന് CPM-കാരാ നിനക്കറിയില്ലെങ്കിൽ പറഞ്ഞു തരാം. ലീഗുകാരൻ നിനക്കറിയില്ലെങ്കിൽ പറഞ്ഞു തരാം. 1980-കളിലൊക്കെ എന്താണ് നമ്മുടെ ഈ തലയിൽ കെട്ടുകെട്ടിയ മൗലിയമാരി എന്ന് പറയുന്ന മൗലിയരട്ടികളുടെ സ്ഥിതി? ഒരു ദർസിലേക്ക് പോകും, ദർശനെ പരിഹസിക്കുകയോ കുറ്റപ്പെടുത്തുകയല്ല, അവരാണ് നമുക്ക് ഇൽമ പറഞ്ഞു തന്നതും ഈ സമുദായത്തെ പരിവേർപ്പെടുത്തിയതുമൊക്കെ. പക്ഷെ അവർ ഉച്ചക്ക് പോകും ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് ചോറിന് വേണ്ടി, രാത്രിയിലും പോകും, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവർ വിളിക്കും, അകത്ത് കയറും, ഭക്ഷണം കഴിക്കും, പോകും. ദർസിന്റെ അപ്പുറത്തേക്ക് അവർക്കൊരു ലോകമില്ല. ഇസ്ലാമിനപ്പുറത്തേക്ക് അത് പറഞ്ഞു കൊടുക്കുന്ന മദ്രസക്കപ്പുറത്തേക്ക് അവരുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല, അവരുടെ സാമൂഹിക സാഹചര്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാറില്ല. നമ്മളും വളരെ കഷ്ടപ്പാടിൽ പോയിരുന്ന ഒരു കാലം. അന്നാണ് ഈ പറഞ്ഞ സാത്വികനായ ബാപ്പുട്ടി ഹാജി ഈ സാധനം ഉണ്ടാക്കുന്നത്. ആ സാധനം ഉണ്ടാക്കി 40 വർഷമായി. ഇന്നെന്താ അതിന്റെ റിപ്പോർട്ട്? ഹുദവികൾ പുറത്തിറങ്ങി ഒരുപാട് വർഷങ്ങളല്ലേ? ആരാണ് ഹുദവികൾ? അഭിമാനത്തോടു കൂടി തന്നെ ഞങ്ങൾ പറയുന്നു, ആരാണ് ഹുദവികൾ? ലോകത്തിന്റെ ഏത് മേഖലയിൽ ചെന്ന് നോക്കിയാലും ഒരു ഹുദവിയെങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അല്ലേ? ഇന്ന് ലോകത്ത് വാർത്തകൾ നിയന്ത്രിക്കുന്ന, നമുക്കറിയാം, മീഡിയകളാണ് ലോകം നിയന്ത്രിക്കുന്നത്. മീഡിയകൾ ലോകം നിയന്ത്രിക്കുന്ന കാലമാണ്. ലോകത്തെ ഏറ്റവും അറിയപ്പെടുന്ന മീഡിയകളിൽ ഒന്നാണ് നമുക്കറിയാം അറബ് നാട്ടിലെ അൽ ജസീറ TV. അൽ ജസീറയുടെ ഓഫീസിനകത്ത് ഒരു ഹുദവിയെങ്കിലും ഉണ്ട്. അൽ ജസീറയുടെ ഓഫീസിൽ ഒരു ഹുദവിയെങ്കിലും ഉണ്ട്. ലോകത്തത് കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മീഡിയയാണ് BBC. നമ്മൾ കാണാത്തവർ, ഒരിക്കലെങ്കിലും കാണാത്തവർ ഉണ്ടാവില്ല ഈ കേൾക്കുന്നവരിൽ. BBC-യുടെ ഓഫീസ് റൂമിൽ ഹുദവിയുണ്ട്, ചമ്മാട്ട് നിന്ന് പോയെ. മാത്രമോ, ഈ കേരളത്തിലെ ഏതാണ്ട് എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിന്റെ തലപ്പത്തോ ഉപതലപ്പത്തോ ഹുദവികളുണ്ട്. തിരൂരങ്ങാടി PSMO കോളേജിലടക്കം നൂറുകണക്കായ കോളേജുകളിൽ ഇതേപോലെ തന്നെ ഇവിടെ അധ്യാപകരായിക്കൊണ്ട്, പ്രൊഫസർമാരായിക്കൊണ്ട് ഹുദവികളുണ്ട്. അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ ചെന്നാൽ അവിടെ യൂണിവേഴ്സിറ്റിയിൽ ഇതുപോലെ ഹുദവികളെ കാണാൻ കഴിയും. ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്കും ജവഹർലാൽ യൂണിവേഴ്സിറ്റിയുടെയും അകത്തളത്തിലേക്ക് ചെന്നാൽ അവിടെ പലതും നിയന്ത്രിക്കുന്ന കൂട്ടത്തിൽ ഹുദവികളെ കാണാൻ പറ്റും. സോഷ്യൽ മീഡിയയിൽ നമ്മൾ നോക്കിയാൽ അവരുടെ പങ്ക് വലുതായി നമുക്ക് കാണാൻ പറ്റും. വായനയുടെയും എഴുത്തിന്റെയും ലോകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹുദവികളെ കാണാൻ പറ്റും. ഗൾഫ് നാടുകളിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10, 20, 30 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രജകൾ പങ്കെടുക്കുന്ന ഇംഗ്ലീഷിലും അറബിയിലുമുള്ള അതീവമായ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഖുർആൻ ക്ലാസുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഹുദവികളാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ്. അവര് കമ്മ്യൂണിസത്തെ കുറിച്ചും പറയും കൂട്ടത്തിൽ നിനക്ക് പേടിയുണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, ആ നനഞ്ഞ മണ്ണിൽ കിടന്നുറങ്ങുന്ന ബാപ്പുട്ടി ഹാജിയും ഒപ്പം നടന്ന നദിയും ഉണ്ടാക്കിയ വിപ്ലവമാണ്. ആയിരക്കണക്കായ ഈ മേഖലകളിൽ മുഴുവൻ തിളങ്ങുന്ന മക്കളുണ്ടല്ലോ, അവര് കമ്മ്യൂണിസത്തിന്റെ അന്തകരാണ് എന്ന് നിനക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ആ സ്ഥാപനത്തിന് നിന്റെ കുര പൊങ്ങുന്നത്, അല്ലാതെ വേറൊന്നുമല്ല.
ഇനി നദ്വി സാഹിബ് ഇല്ലെങ്കിലും ബാപ്പുട്ടി ഹാജി പോയി മറഞ്ഞു. ഇനി നദ്വി സാഹിബ് ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ മക്കള് ഇതേപോലെ സാത്വികരായി നടക്കുന്ന ഷാഫി ഹാജിയെ പോലുള്ള മനുഷ്യര്, സമതാജിയെ പോലുള്ള മനുഷ്യന്മാര് അത് ജീവിതത്തിൽ കൊണ്ടു നടക്കും. അവിടെ നാളുകൾ ഇറങ്ങും, കുട്ടികൾ ഇറങ്ങും. നിങ്ങളെ എതിർക്കാൻ കമ്മ്യൂണിസം ആപത്താണെന്ന് പറയാൻ, കുട്ടികളെ നിങ്ങളെ തട്ടമടിപ്പിക്കുന്നതാണ് അവരുടെ ഗുരുവെന്ന് പറയാൻ ആ കുട്ടികൾ, ആ ഹുദവികൾ ഈ നാട് നിങ്ങളെ ഉണ്ടാകും. ഇതുകൊണ്ട് തീർന്നോ? ഉത്തരേന്ത്യയിലേക്കൊന്ന് പോയി നോക്കുക കമ്മ്യൂണിസ്റ്റുകാരാ. നീ ഭരിച്ചു മുടിപ്പിച്ച പശ്ചിമ ബംഗാളിലടക്കം KT ജലീല് പോയി നോക്ക്. ഈ ഹുദവികൾ, ഈ ബഹാവുദ്ദീൻ നദ്വിയുടെ മക്കൾ, ബാപ്പുട്ടി ഹാജിയുടെ കുട്ടികൾ ചേർക്കുന്ന വിപ്ലവം നീയൊക്കെ മൂക്കളയിലും ഒരു ദിവസം 150 രൂപ വരുമാനത്തിലുമാക്കി ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് ചാണകത്തിലെ പുഴുക്കളെ പോലെ ഇന്നും നീറി ജീവിക്കുന്ന മനുഷ്യപരുവത്തിലേക്ക് ആക്കി തീർത്ത സമുദായത്തെ മൂക്കളെ ചീറ്റിക്കൊണ്ട്, കുളിപ്പിച്ച്, വെളുത്ത ഉടുപ്പെടുത്തുകൊണ്ട് നല്ല കോൺക്രീറ്റിന്റെ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കൊണ്ടുപോയി അല്ലാഹുവിനെ കുറിച്ചും ഖുർആനിനെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും കൂട്ടത്തിൽ ഈ പറയുന്ന 8ാം ക്ലാസും 10ാം ക്ലാസും 12ാം ക്ലാസും ഭൗതിക വിദ്യാഭ്യാസവും ഡിഗ്രിയും എടുത്തുകൊണ്ട് കുട്ടികളെ പ്രാപ്തരാക്കുന്ന ഒരു വലിയ സംഘടനക്ക്, ഒരു വലിയ സംഭവമായി ഇന്ത്യ രാജ്യത്ത് ഈ ഹുദവികൾ മാറിയിട്ടുണ്ടെങ്കിൽ പിന്നോട്ട് നിന്ന് ഏത് മുജാഹിദും ഏത് ജമാഅത്തും സല്യൂട്ട് അടിക്കും. ഒരു സംശയമാക്കരുത്, ഞങ്ങൾക്കില്ല. അവർക്ക് കൈത്താങ് വേണമെന്ന് തോന്നിയാൽ പാണക്കാട്ട കുട്ടികൾ ഇറങ്ങും. മഴയായാലും വെയിലായാലും ഒരു സംശയവും വേണ്ട. ഒരു സംശയം ആ കാര്യത്തിൽ CPM നിനക്ക് വേണ്ട. ഒരുത്തം പ്രസംഗിക്കണം, ഇവിടെ ഒരുത്തം പ്രസംഗിക്കാം. സഖാവ് അലവി അങ്ങനെന്തോ ഒരു പേരാ, ഹെഡ്രിക്കോട്ടിൽ നിന്ന് വന്നിട്ട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി അങ്ങനെ എന്താണ് ഓൻ പറയാ. ഞാൻ ആകാതെ കേട്ടിട്ടുള്ളൂ. ഓൻ പറയണ ഇപ്പൊ ഇവിടെ പോലീസ് ഉണ്ട്, ഞങ്ങൾ വന്നപ്പോ ഞങ്ങൾ പോലീസിനെ പേടിച്ചിട്ട് നിന്നതല്ല. ഇനി ഞങ്ങൾ വരുമ്പോ ഈ പോലീസൊക്കെ ഞങ്ങൾക്ക് പുല്ല. ഇനി ഞങ്ങൾ വരികയാണെങ്കിൽ ഞങ്ങൾ അകത്തേക്ക് നദിവെ ഒരു കേറ്റ് അങ്ങോട്ട് കയറും. നീ അലവി ഈ കേരള മലിനീകരണം പറഞ്ഞ് നീ വന്നോ, മണ്ണിടൽ പറഞ്ഞ് നീ വന്നോ, ധാർമ്മികതയെ വെല്ലുവിളിച്ചുകൊണ്ട് നീ വന്നാൽ ആ ഗേറ്റിനപ്പുറത്തേക്ക് നിന്റെ കാല് വെച്ചാൽ ആ കാര്യമായി തിരിച്ചു പോകാൻ ഒരു സഹ അനുവദിക്കില്ല. ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട. വീഡിയോ എടുക്കുന്നുണ്ടല്ലോ, ആ ധൈര്യത്തിൽ തന്നെ പറയുന്നത്. ഗുണ്ടായുസവുമായി വന്നാൽ മലിനജലത്തിന്റെ പ്രശ്നം പറഞ്ഞുകൊണ്ടല്ല, ആ കുട്ടികളെ ഭീകരവാദികളാക്കാൻ വന്നാൽ ആ സ്ഥാപനത്തെയും നദിവിയെയും കലിയേറ്റം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കയറുമെന്ന് പറഞ്ഞാൽ കയറിയവൻ തിരിച്ചു പോകില്ല. ഒരു സംശയവും വേണ്ട. ഈ ചൂരങ്ങാടി ചെമ്മാട്ടങ്ങാടി വന്ന് അങ്ങനെ പ്രസംഗിക്കാനൊക്കെ ധൈര്യം. 40ഉം 50ഉം തവണ നദ്വി സാഹിബിന്റെ പേര് പറയുന്നു. മലിനജലവും മണ്ണിടലും നദിവിയും തമ്മിൽ എന്താണ് ബന്ധം ഞാൻ ആവർത്തിച്ചു നോക്കുന്നു. KT ജലീലോ ഇവിടെയുള്ള സഖാക്കന്മാരോ മറുപടി പറയട്ടെ. എന്നിട്ട് ഈ സംഭവത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കും. ഈ സമുദായത്തെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഉമ്മ സഹോദരിമാരിൽ നിങ്ങൾ ഇത് എത്തിക്കണം. നമ്മുടെ കുട്ടികളെ കുറിച്ച് വേറൊരുത്ത പ്രസംഗിച്ചില്ല. എന്താ പറഞ്ഞത്? പരപ്പനങ്ങാടിയിൽ നിന്നുള്ള കണ്ടാൽ തന്നെ 1ാം നമ്പർ സംഖ്യയാണെന്ന് മുഖം വിളിച്ചു പറയുന്ന ഒരുത്തൻ, പേരെന്തോ കാർത്തികേയനെന്തോ. എന്താ അവൻ പ്രസംഗിച്ചത്? ഓൻ പ്രസംഗിക്കണ എന്താന്ന് മോനക്കെന്നെ അറിയില്ല. ഓൻ എന്നെ ഒരു ബോധമില്ല. ഇനി വഴിയിൽ വേറെ എവിടെയും കയറിയിട്ടാണ് വരുന്നതെന്ന് അറിയില്ല. എന്താ പ്രസംഗിക്കുന്നത്? അവൻ പറയാണ്, ഇവിടെ ദാറുൽ ഹുദയും അതിനെ നയിക്കുന്ന ദദീവുമൊക്കെ സലഫിസത്തിന്റെ ഈ ഇതുമായി ബന്ധപ്പെട്ട്, സലഫിസ ആശയങ്ങളുമായി ബന്ധപ്പെട്ട് ജമാഅത്തിന്റെ നിയന്ത്രണത്തിലൂടെ ഇവിടെ താലിബാനിസം നടപ്പിലാക്കാണ്. എന്താ നിങ്ങൾക്ക് വല്ലതും മനസ്സിലായ? അമേരിക്കൻ സാമ്രാജ്യത്വം കൂട്ടത്തിലുണ്ട്. ഞാൻ അതിന്റെ ഒരു കുറവ് കൂടിയുള്ള അമേരിക്കൻ സാമ്രാജ്യത്വം ഉണ്ടല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സലഫിസം എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടരെ സലഫിസം എന്ന് പറഞ്ഞാൽ എന്താ? ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ആരെ കുറിച്ചാ പറയുന്നത്? സമസ്തന്റെ മുഷാവറ അംഗത്തിനെ കുറിച്ച്. ഇവിടെ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോയിട്ടില്ലെങ്കിൽ ആ വിവരം നാട്ടുകാരെ അറിയിക്കണോ? എന്താണ് സലഫിസം? എന്താണ് ജമാഅത്ത്? എന്താണ് സുന്നികൾ സമസ്ത എന്ന് പോലും അറിയാത്ത ആളുകൾ വന്നിട്ട് പറയാ സലഫിസത്തിന്റെ ആശയത്തിൽപ്പെട്ട് ജമാഅത്തുകാരുടെ ശ്രമഫലമായി ഇവിടെ താലിബാനിസം. പക്ഷെ ഞാനിതിനെ തമാശയാക്കി കളിയല്ല. അവർ പറഞ്ഞതിന്റെ വിഡ്ഢിത്തം ഞാൻ തമാശയാക്കി പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ആ പറഞ്ഞത് അങ്ങനെ വിടാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, 3 ആളും പ്രസംഗിക്കുമ്പോ വ്യക്തിഹത്യയും ഇതേപോലെയുള്ള അപകടകരമായ BJPയും RSSും പറയുന്ന കാര്യങ്ങളുമാണ് വായിലൂടെ വന്നതെങ്കിൽ ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ പരിപാടി.
ഗൂഢാലോചനയുടെ ഭാഗമാണ്. അല്ലെങ്കിൽ എന്തിനാണ് താലിബാനിസവും തീവ്രവാദവും മുസ്ലിം തീവ്രവാദവും അവിടെ വന്ന് പറയേണ്ടത്? ആ സ്ഥാപനത്തിൽ ആ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് താലിബാനിസമാണെന്ന് ഒരു CPM-കാരന് എങ്ങനെയാണ് പ്രസംഗിക്കാൻ കഴിയുന്നത്? അതിന്റെ ഉള്ളിൽ കയറി ഞങ്ങൾ വീണ്ടും സംസാരിച്ചു. ഷാഫി ഹാജിയോടും അതേപോലെ തന്നെ ഈ പറയുന്ന നദിവിയോടും ഒക്കെ ഞങ്ങൾ സംസാരിച്ചു. അവര് വരട്ടെ, ഞങ്ങൾ അവരുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചോദിക്കട്ടെ, ഞങ്ങൾ കാണിച്ചു കൊടുക്കാം. ഞങ്ങളുടെ മലിനീകരണ പ്രശ്നവുമായി ബന്ധപ്പെട്ട് 3/4 കോടി രൂപയുടെ STP-യുടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളത് കാണിച്ചു കൊടുക്കാൻ നേരിട്ട് ഞങ്ങൾ ആരെയും തടഞ്ഞു വെക്കുന്നില്ല. അദ്ദേഹം അവർ പറഞ്ഞ വാക്ക. അപ്പൊ അവരുമായി ഒരു ചർച്ചക്ക് പോയിട്ടില്ല. അതിന്റെ പരിസരത്തുള്ള ഒരാൾ പോലും ഒരു പരാതിയും കൊടുത്തിട്ടില്ല. എന്നിട്ട് മലിനീകരണം എന്ന് പറഞ്ഞു വന്ന ആളുകൾ ഇത് കേൾക്കാനോ ഇത് മനസ്സിലാക്കാനോ ഇങ്ങോട്ട് വന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് അതിനോ തയ്യാറാകാതെ ആ വാതിൽക്കൽ വന്നുകൊണ്ട് പറയുകയാണ് ഇത് താലിബാനിസം പഠിപ്പിക്കുന്ന സ്ഥാപനമാണ്. ഇത് ചില്ലറ തമാശയാണോ CPM-കാരാ? നിങ്ങളുടെ മനസ്സിലുള്ള ഉദ്ദേശം BJP-കാരനുമായി അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ സഖ്യമുണ്ടാക്കുന്നുണ്ട് തിരൂരങ്ങാടിയിൽ നിന്ന് ഞങ്ങൾ അറിഞ്ഞു. നിങ്ങളൊരു പോസിറ്റീവ് എന്നൊക്കെ പറഞ്ഞൊരു ടീം ഇവിടെ ഉണ്ടാക്കിയിട്ട് ജലീൽ വന്ന് നേതൃത്വം കൊടുത്തുകൊണ്ട് ആകെ 30 ആളെയും വെച്ച് നിങ്ങൾ ആ ഓഡിറ്റോറിയത്തിൽ ഒരു പരിപാടി നടത്തി അപഹാസ്യരായവരൊക്കെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ആ പരിപാടി പൊളിഞ്ഞതോടുകൂടി BJP-യോടൊപ്പം കൂടിയാലേ ഒരു വിരലിലുള്ള സീറ്റെങ്കിലും നിങ്ങൾക്ക് കിട്ടൂ എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ BJP-യെ സുഖിപ്പിക്കാൻ കഴിയുന്ന മുദ്രാവാക്യവുമായി ഈ മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ എന്തിന് ഞങ്ങൾ പറയുന്നു താലിബാനിസം എന്നുള്ള വാക്കൊക്കെ RSS-കാരൻ ഉത്തരേന്ത്യയിൽ പറയുന്ന വാക്കാണ്. ഇവർ സമരം നടത്തുന്ന അതേ ദിവസം വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വൃത്തികെട്ടവൻ ഈ നാട്ടിൽ ഒരു പ്രസ്താവന നടത്തി. കേരളത്തിലെ മുസ്ലിങ്ങൾ രാജ്യദ്രോഹികളാണ്, ഈ നാട്ടിൽ നിന്ന് ഓടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവര് കൂട്ടമായി സംഘം ചേർന്നുകൊണ്ട് എല്ലാം തട്ടിയെടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് വായിൽ നിന്നും വരാത്ത CPM എന്ന പാർട്ടിയാണ് ഇവിടെ വന്നുകൊണ്ട് നദിവിയെ കുറിച്ചും നദിവി പഠിപ്പിക്കുന്ന ഈ ചെറിയ മക്കളെ കുറിച്ചും താലിബാനികൾ തീവ്രവാദികൾ എന്ന് വിളിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വെള്ളാപ്പള്ളിയോട് ഒരു വാക്ക് പറയാൻ നട്ടല്ലില്ലാത്ത നാടുകൾ നിങ്ങൾ നദിവിയെ കുറിച്ചും ഈ പറയുന്ന സ്ഥാപനത്തെ കുറിച്ചും ഇങ്ങനെ പ്രസംഗിക്കാമെന്ന് വിചാരിച്ചോ? ഇവിടെ ചിലരൊക്കെ ഇന്നലെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ജമാഅത്തുകാർ പ്രകടനം നടത്തിയെന്താ? ജമാഅത്തുകാർ പ്രകടനം നടത്തിയത് നിങ്ങൾ ഡൽഹിയിൽ പലസ്തീന് വേണ്ടി പ്രകടനം നടത്തിയില്ല. നിങ്ങൾ വാപ്പുണ്ട് പലസ്തീനില്. അപ്പൊ നിങ്ങൾ പറയുന്നത് അത് മനുഷ്യർക്ക് വേണ്ടിയാണെന്ന്. ഇതും മനുഷ്യർക്ക് വേണ്ടിയെന്ന് കൂട്ടിക്കോ, ഞങ്ങൾ സമുദായത്തിന് വേണ്ടിയെന്ന് കൂട്ടിക്കോ. അങ്ങനെ കൂട്ടിക്കോ. ജമാഅത്തുകാർ പറഞ്ഞത് എന്താണ്? നാളെ ചിലപ്പോ വേറെ ആരെങ്കിലും നടത്തും. എന്താ നടത്തിയാല്? നിങ്ങൾ കൂട്ടുകൂടി ഒരുപാട് കാലം ഈ ചമ്മാട്ടങ്ങാടിയിൽ ഒന്നിച്ച് രമിച്ചത് ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. എന്ന് ഞങ്ങൾക്ക് പറ്റാതായത്. അപ്പൊ അതൊന്നല്ല വിഷയം ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ വാക്കുകൾ ഉപയോഗിച്ചാൽ NIA-യും അതേപോലുള്ള കേന്ദ്ര ഏജൻസികളുടെയും ഒക്കെ ശ്രദ്ധ ഇങ്ങോട്ട് വരും. മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രം രചിച്ചുകൊണ്ടിരിക്കുന്ന ഇതേപോലുള്ള മക്കൾ ഇങ്ങനെ ഇറങ്ങി വരുന്നത് അവസാനിപ്പിക്കണം. കമ്മ്യൂണിസത്തെ സംരക്ഷിക്കാൻ ഏറ്റവും നല്ല എളുപ്പമുള്ള മാർഗം അതാണ്. അതിനുവേണ്ടിയുള്ള ഭീഷണികളാണ് ഇതൊക്കെ. ഇവിടെ നിന്നും ഇറങ്ങി വരുന്ന മക്കള് ഭാവിയിൽ നിങ്ങൾക്ക് വലിയ ദോഷം ചെയ്യുമെന്ന് ഉറപ്പ് നിങ്ങൾക്കുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ നടത്തുന്ന കമ്മാടി പ്രസംഗങ്ങളാണിത്, ആക്ഷേപങ്ങളാണിത്. BJP-കാരന് വേണ്ടി ഒത്താശ ചെയ്യുന്ന പരിപാടിയാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വേറെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. എന്താ പറയുന്നത്? ഭീകരതയിലൊക്കെ കഴിഞ്ഞിട്ട് വേറൊരാൾ പറയാണ്, നദ്വി സാഹിബേ, നിങ്ങൾക്ക് ഈ സ്ഥാപനം ഉണ്ടാക്കാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് പള്ളികൾ നടത്താനും ഒക്കെ ഈ നാട്ടിൽ പെർമിഷൻ തന്നത് ഞങ്ങളാണ്. ഞങ്ങളോട് കളിക്കണ്ട. എന്റെ വാപ്പയാണ് പള്ളി ഉണ്ടാക്കാൻ പെർമിഷൻ. ഇവരുടെ നാദാപുരം കോഴിക്കോട് ഉള്ളിലൊക്കെ ഉള്ള മേഖലകളിൽ ഇവരുടെ പരിപാടി കേൾക്കാൻ കാര്യമായിട്ട് ഈ തീയ സമുദായത്തിലുള്ള കുറെ ചുവന്ന തുണിയിട്ട് കുറെ ചെറുപ്പക്കാരിങ്ങനെ മരുവിന് ശേഷം വന്ന് കൊന്നിട്ട് ഇവർ പ്രസംഗിക്കും. അവിടെയുള്ള ഇവിടെ പ്രഗത്ഭരായ 1-2 പ്രാസംഗികൻ, ഒരു പ്രേമനാഥൻ, ഒരു നാസർ കോളായി ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോ കണ്ടിട്ടുണ്ടാവും വീഡിയോകള്. ഇവരെ വലിയ തലമുതിർന്ന ഇസ്ലാമിക പഠനത്തിൽ വലിയ ബിരുദമുള്ള ആൾക്കാരെ ഉണ്ടാവും. ഓല് രണ്ടാളും അവിടെ ഈ തീയ സമുദായത്തിന് മുന്നിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു കൊടുക്കുന്ന ആയത്തുൽ ഹദീസൊക്കെ ഓതിയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയാണ് ഇത്. പൂലാമന്തോളിൽ ഒരു പള്ളിയുണ്ട്, പള്ളിയുടെ പേര് EMS പള്ളിയാണെന്ന്. നദ്വി നിങ്ങൾ പോയി നോക്കൂ പൂലാമന്തോളിലേക്ക്, അവിടെ ഒരു പള്ളിയുണ്ട്, പള്ളിന്റെ പേര് EMS പള്ളിയാണ്. കാരണം എന്താ? ഇവിടെ പള്ളി എടുക്കാനും ഇതേപോലെ സ്ഥാപനം എടുക്കാനൊന്നും അനുമതി ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കൊടുത്തതാണ്, EMS കൊടുത്തതാണ്.
എടോ ചരിത്രം അറിയില്ല എന്നുണ്ടെങ്കിൽ മൈക്കിലൂടെ വിളമ്പുമ്പോ ഒന്ന് വായിച്ചു പഠിക്കാൻ ഒന്ന് ഗൂഗിൾ തപ്പിയ പോരെ. ഈ നാട്ടിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന് സ്വാതന്ത്ര്യത്തിന് മുമ്പ് കൊച്ചിയിലും തിരുവനന്തപുരത്തും പെടാത്ത മലബാറിലായിരുന്നു ഈ ഭാഗങ്ങളൊക്കെ മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗം. അന്ന് മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന സമയത്ത് ബ്രിട്ടീഷുകാരൻ കൊണ്ടുവന്നിട്ടുള്ള നിയമമാണ് ഈ തടസ്സങ്ങള്, പള്ളികൾ ഉണ്ടാക്കുന്നതിന്, മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതിന്. സ്വാഭാവികമായിട്ടും സ്വാതന്ത്ര്യം കിട്ടി കേരളം രൂപീകരിച്ച എന്തായി? ബ്രിട്ടീഷുകാരൻ കൊണ്ടുവന്ന ആ കരിനിയമം ഇല്ലാതായി. അതുറപ്പല്ലേ? ഇല്ലാതായി. ഇപ്പൊ നമ്മളെ കാസർഗോഡിന്റെ ഭാഗം, കാസർഗോഡ് ജില്ല കർണാടകയിലേക്ക് ചേർന്നെന്ന് വിചാരിക്കാം, വെറുതെ ഒരു തമാശക്ക്. കാസർഗോഡ് പിറ്റേ ദിവസം വീടെടുക്കുന്നതിനുള്ള നിയമം ഏതായിരിക്കും? കർണാടക സംസ്ഥാനത്തിന്റെ നിയമമായിരിക്കും. അത് കേരളവുമായി വ്യത്യാസമുണ്ടെങ്കിൽ അവരുടെ നിയമമായിരിക്കും. എന്നതുപോലെ ബ്രിട്ടീഷുകാരൻ കൊണ്ടുവന്ന നിയമം കേരളം രൂപീകരിച്ചതോടെ ഇല്ലാതായി. പക്ഷെ എന്നിട്ടും നമ്മുടെ വല്ലിപ്പമാര് പള്ളിയെടുക്കാൻ ഒരു അപേക്ഷയുമായി പോയാൽ ഉദ്യോഗസ്ഥന്മാര് വീട്ടിൽ ബുദ്ധിമുട്ടിക്കും, ഇടങ്ങാറാക്കും. ഇതിങ്ങനെ പരാതി ഇങ്ങനെ കൂടി വന്നു. നാസർ കോളായുടെ പ്രസംഗമല്ല തെളിവ്, പ്രേമനാഥന്റെ ആയത്തും ഹദീസും അല്ല തെളിവ്. തിരൂരങ്ങാടിയിലെ വിവരം കേട്ട CPM കേൾക്കണമെങ്കിൽ കേട്ടോ. നീ തിരുവനന്തപുരത്ത് പോയി നിന്റെ ഭരണമല്ലേ, MLA മാർ ആരോടെങ്കിലും അത്രമാരോടൊക്കെ പറഞ്ഞിട്ട് ഉള്ളിൽ കയറിയിട്ട് അവിടുത്തെ രേഖകളൊന്ന് കാണിച്ചു തരാൻ പറയാ. ആ കാലത്ത് 1967 EMSന്റെ ഭരണം മുസ്ലിം ലീഗിന്റെ ഒരു കാലിൽ താങ്ങി നിർത്തിയ ഭരണമാ. ആ ഭരണം നടക്കുമ്പോ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് ഈ സമുദായത്തിന്റെ മക്കൾ ലീഗിന്റെ നേതാക്കന്മാര് പാണക്കാട്ട് പറഞ്ഞു. പാണക്കാട്ടും അതേപോലെ ഞങ്ങളുടെ നേതാക്കന്മാര് ഷഹീദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളോടും ഒക്കെ സൂചിപ്പിച്ചപ്പോ നേതാക്കന്മാര് പറഞ്ഞ CH എന്താ ചെയ്തത്? സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചു. നിയമം മാറിയിട്ടുണ്ടെങ്കിലും നിയമം നിലക്കുണ്ട്, ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. 3 ദിവസം ചർച്ച നടന്നു. CPM-കാരെ ചരിത്രം പഠിക്കും. 3 ദിവസം ആ ബില്ലിൽ ചർച്ച നടന്നു. അനുമതി എത്രയും എളുപ്പം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള. പക്ഷെ എന്താ ചെയ്തതറിയോ? EMS അടക്കമുള്ള തലമുതിർന്ന ഒരുത്തനും ആ 3 ദിവസവും ആ ചർച്ച നടക്കുമ്പോൾ നിയമസഭയിലേക്ക് കടന്നു വന്നില്ല. ചരിത്ര രേഖയാണ്. ഒരു എഴുത്തും പുള്ളിയും കോമയും വിടാതെ ആ ലൈബ്രറിയിൽ ഉണ്ടാകും. പോയി നോക്ക്. കൊടുത്തില്ല, അതിൽ പങ്കെടുത്തില്ല. പക്ഷേ അന്നത്തെ നിയമമന്ത്രിയായിരുന്ന ആ മന്ത്രിസഭയിലെ ജസ്റ്റിസ് കൃഷ്ണയ്യർ, അദ്ദേഹം CH-നോട് പറഞ്ഞു, പ്രിയപ്പെട്ട CH, ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഞങ്ങൾ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നു, നിങ്ങൾ ഇരിക്കുക, ബില്ല് പിൻവലിക്കുക, ഞാൻ നിയമമാക്കി തരാം. അദ്ദേഹം നിയമമാക്കിക്കൊണ്ട് ഈ നാട്ടിൽ പള്ളിയെടുക്കാൻ, മദ്രസ എടുക്കാൻ, മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എടുക്കാൻ, ആരാധനാലയങ്ങൾ ഉണ്ടാക്കാൻ അനുമതി കൊടുത്ത് അത് ഈ മന്ത്രിസഭയിൽ EMS അല്ല, ഞങ്ങൾ ഈ പറയുന്ന അതിന്റെ ഒരു വലത്തെ കാലായിരുന്ന ലീഗിന്റെ മക്കൾ ചെയ്തതാണ്. നിന്റെ ഔദാര്യമല്ല. ചരിത്രം പോയി പഠിക്ക്. ഇവിടെ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ എന്തേലും കാര്യമായിട്ട് പറഞ്ഞത് മലപ്പുറം ജില്ല ഞങ്ങൾ ഉണ്ടാക്കിയതാ. മലപ്പുറം ജില്ല നിങ്ങൾ ഉണ്ടാക്കിയതാണെങ്കിൽ ഞങ്ങൾ ചോദിക്കട്ടെ, മലപ്പുറം ജില്ല ഉണ്ടാക്കുമ്പോ EMS ആണ് മുഖ്യമന്ത്രി. ആരാണ് കാല്? ലീഗാണ് കാല്. എന്താ ലീഗ് അവരോടൊപ്പം ചേർന്നതും പിന്തുണ കൊടുത്തതും രണ്ട് കണ്ടീഷനിലാണ്. തലനിറച്ച ആളുകൾക്കറിയാം. ഒന്നാമത്തേത് ബാഫക്കി തങ്ങൾ പറഞ്ഞത് മലപ്പുറം ജില്ല വേണം. രണ്ടാമത്തേത് പറഞ്ഞത് ഞങ്ങൾക്ക് ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി വേണം മലബാറിൽ, മുസ്ലിങ്ങൾക്കല്ല, ഈ നാട്ടിലെ പിന്നോക്ക സമുദായങ്ങൾക്ക് വേണ്ടിയിട്ട്, മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഒരു യൂണിവേഴ്സിറ്റി വേണം. രണ്ടും വേണം. പക്ഷെ ഭരണം വന്നപ്പോ നമ്മളില്ലെങ്കിൽ അവർക്ക് ഭൂരിപക്ഷം ഉണ്ട്. അപ്പൊ ചവിട്ടാൻ തുടങ്ങി. അങ്ങനെ നമ്മളെ പുറത്തേക്കിടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. CH-ഉം അഹമ്മദ് കുരിക്കളും പരാതിയുമായിട്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ അടുത്ത് ചെന്നു. കായിദേ മില്ലത്തിനെ വിളിച്ചു. ചോദിച്ചു, ഇറങ്ങിപ്പോന്നാൽ ഈ രണ്ടും കിട്ടൂല, എന്നാ രണ്ടും വാങ്ങിയിട്ട് ഇറങ്ങിപ്പോന്നാ മതി. അവിടെ ഇരുന്ന് കൊണ്ട് കുത്തി വാങ്ങിയതാണ് മലപ്പുറം ജില്ല. ഒരു സംശയവും വേണ്ട. കാരണം എന്താ? തെളിവെന്താ? നാസർ കോളായുടെ പ്രസംഗമല്ല, പ്രേമനാഥന്റെ പ്രസംഗമല്ല. എന്താ തെളിവ്? അന്നത്തെ EMS മന്ത്രിസഭയുടെ 2ാമത്തെ അംഗമായിരുന്ന ഗൗരിയമ്മ അവരുടെ ജീവിത കഥ എഴുതി വെച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, മലപ്പുറം ജില്ല കൊടുക്കുന്നതിന് പാർട്ടി താത്വികമായി എതിരായിരുന്നു എന്ന്. ഇല്ലേ? എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം ഞങ്ങൾ കൊടുത്തതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പൊ പറയും ഞങ്ങളെ യൂണിവേഴ്സിറ്റി EMS കൊടുത്തതാണ്. നിങ്ങളൊരു ഫോട്ടോ കാണുന്നുണ്ടാവും. ഞാൻ ചുരുക്കി പറയാം. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ കണ്ടിട്ടില്ലേ? തറക്കല്ലിടുന്ന ഫോട്ടോ. ആരാണുള്ളത്? CH മുഹമ്മദ് കോയ, വിദ്യാഭ്യാസ മന്ത്രി. ആരാണ് അടുത്ത് നിൽക്കുന്നത്? ഈ സമുദായത്തെ ഞാൻ ഈ പറഞ്ഞ രൂപത്തിലൊക്കെ നദീബി ഉസ്താദൊക്കെ ഉണ്ടല്ലോ, ഈ സമുദായത്തെ ഇതേപോലെ ആകാശത്തേക്ക് ഉയർത്തുന്നതിന് വേണ്ടി ആവോളം തന്റെ ജീവിതത്തിൽ പണിയെടുത്ത ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളായി എടുത്തു നിൽക്കുന്നത്. കല്ലിടുമ്പോ എവിടെ നിങ്ങളെ MLA? എവിടെ നിങ്ങളെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള മന്ത്രി ഇമ്പിച്ചി ബാവ?
ഇവിടെ നിങ്ങളുടെ മറ്റ് മന്ത്രിമാർ MLA-മാർ ഒരു യൂണിവേഴ്സിറ്റിക്ക് 7-8 ജില്ലകൾ ഉൾക്കൊള്ളുന്ന ഒരു യൂണിവേഴ്സിറ്റിക്ക് തറക്കല്ലിട 600 ഏക്കറിൽ ഒരാളും വന്നിട്ടില്ല. ഫോട്ടോ സാക്ഷിയല്ലേ ഈ നിൽക്കുന്ന MSF-കാർ വരെ ഇപ്പൊ കാണുന്നതല്ലേ. എന്തേ നിങ്ങൾ വരാഞ്ഞത്? കഴിഞ്ഞ വർഷം ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു നീന്തൽ കുളം ഉദ്ഘാടനം ചെയ്തു. നീന്തൽ കുളം, സ്വിമ്മിംഗ് പൂൾ ആരാ ഉദ്ഘാടനം ചെയ്തത്? പിണറായി വിജയൻ, മുഖ്യമന്ത്രി. ഒരു യൂണിവേഴ്സിറ്റിയിലെ നീന്തൽ കുളം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന മുഖ്യമന്ത്രിയുള്ള പാർട്ടി ഒരു യൂണിവേഴ്സിറ്റിക്ക് തറക്കല്ലിടുമ്പോൾ അങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് വന്നില്ല? ലീഗിന്റെ ശാഠ്യത്തിന് വഴങ്ങിയെന്ന് അന്നും ഇതേപോലെ ഭൂരിപക്ഷ വർഗീയത ചിന്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മാറി നിന്നതാ. എന്നിട്ടും ഞങ്ങൾ കുത്തി വാങ്ങിയതാ. അഭിമാനത്തോടു കൂടി തന്നെ പറയും, പിടിച്ചു വാങ്ങിയത് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ സമൂഹം, ഈ സമുദായം അങ്ങനെ തന്നെയാണ് ഇന്ന് കാണുന്ന ഈ ഐശ്വര്യങ്ങളിലൊക്കെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഞാൻ ചുരുക്കുകയാണ്. നേതാക്കന്മാരിവിടെ ഇരിക്കെ ഇങ്ങനെ ദീർഘിപ്പിച്ചതില് ബുദ്ധിമുട്ടുണ്ട് എങ്കിലും പറയാനുള്ളത് പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ടാണ്.